വാർത്തകൾ വിശദമായി. KU ബിജു രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. KU ബിജു രക്തസാക്ഷി ദിനാചരണം ഉജ്ജ്വലമായ പ്രകടനങ്ങളോടും പൊതുസമ്മേളനത്തോടും കൂടി സമാപിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ 11 കേന്ദ്രങ്ങളിൽ നിന്നും ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രകടനങ്ങൾ പൊതുസമ്മേളന നഗരിയായ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സമ്മേളിച്ചു. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ സംസാരിച്ചു. വർഗീയതയ്ക്ക് പല രൂപത്തിലുണ്ട്. വർഗീയത വേറെ വ്യത്യസ്തമായിട്ടുള്ള വർഗീയതകൾ ഇന്ന് വർഗീയതയുള്ള ആളുകളുണ്ട്, സംഘടനകളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം, SFIയുടെ നേതാവായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടതിൻ്റെ 7ാമത് വാർഷിക ദിനമാണ്. എങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്ത് കൊല എന്നാണ്? RSS അല്ല വന്നത്, SDPI വന്നത്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിമന്യു നമ്മുടെ വട്ടവട പഞ്ചായത്തിൽ, അതായത് ഇടുക്കി ജില്ലയിലെ മൂന്നാമത്തെ അപ്പുറത്ത് വരുന്ന കാന്തല്ലൂർ കഴിഞ്ഞ് വന്ന വട്ടവട പഞ്ചായത്തിലെ അവിടുത്തെ കൊട്ടക്കാമ്പൂർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരു ഊരിൽ ജനിച്ചു വളർന്ന പാവപ്പെട്ട ഒരു കുട്ടിയാണ്. ഈ ദിവസം അദ്ദേഹം വീട്ടിൽ പോയി തിരിച്ചു വരുന്നത് പച്ചക്കറി വണ്ടിക്കകത്ത് അകത്ത് കയറി കിടന്നിട്ടാണ് വരുന്നത്. അവിടെ വന്നിറങ്ങി മഹാരാഷ്ട്രയിൽ എടുത്ത് വന്നിറങ്ങി ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു SFIക്കാർ എഴുതാൻ പോയിരിക്കുകയാണ്. DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് C. തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. KR ജയ്ത്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, KK അബീദലി, TK രമേശ് ബാബു, KP രാജൻ, നഗരസഭ ചെയർപേഴ്സൺ TK ഗീത, TP പ്രഭേഷ്, ബിജുവിന്റെ പിതാവ് KR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.